ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഒരു ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് റൂമിലെത്തിയ ഹരി കാണുന്നത് ലോക്കായി കിടക്കുന്ന രുദ്രന്റെ ഒക്കെ റൂമാണ്. എന്നും കാണുന്ന സമയം കഴിഞ്ഞിട്ടും കാണാതെ വന്നതും വിളിക്കാനായി അവൻ ഫോൺ എടുത്തതും വാട്സപ്പിൽ വന്നു കിടക്കുന്ന രുദ്രന്റെ മെസ്സേജാണ് കാണുന്നത്. അത്യാവശ്യമായിട്ട് അവന്റെ അച്ഛൻ വിളിച്ചതിനാൽ നാട്ടിലേക്ക് പോകുവാണെന്നും തന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞതിനാലാണ് പറയാൻ പറ്റാത്തതെന്നും നാട്ടിലെത്തിയ ഉടനെ വിളിക്കാമെന്നുമായിരുന്നു മെസ്സേജ്. അത് വായിച്ചതും ഹരിയിൽ നിന്ന് ഒരു ദീർഘനിശ്വാസം ഉയർന്നു. ശേഷം സൂക്ഷിച്ചു പോയി വാ എന്നൊരു മറുപടി അയച്ചുകൊണ്ട് അവൻ ഫോൺ മാറ്റിവെച്ചു. എന്തുകൊണ്ടോ അവരുടെ അഭാവം ഹരിയെ വല്ലാതെ വീർപ്പുമുട്ടിച്ചിരുന്നു. രുദ്രൻ പോയി 2 ദിവസം കഴിഞ്ഞിട്ടും അവന്റെ മെസ്സേജോ വിളിയോ ഹരിയെ തേടി വന്നില്ല. ഇതിനിടയിൽ പലവട്ടം ദിവി ഹരിയെ വിളിച്ച് രുദ്രന്റെ വിവരങ്ങൾ തിരക്കിക്കൊണ്ടിരുന്നു. ദിവസം ചെല്ലുംതോറും രുദ്രന്റെ വിവരങ്ങളൊന്നും കിട്ടാത്തതും ദിവ്യയെ ഹരിയെ ഒരുപോലെ ബാധിച്ചു തുടങ്ങിയിരുന്നു. പതിവ് പോലെ റൂമിലെ ബാൽക്കണിയിൽ ഇരിപ്പാണ് ഹരി. പെട്ടെന്നാണ് ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടത്. സ്ക്രീനിൽ നന്ദന്റെ നമ്പർ കണ്ടതും വിളിക്കുന്നത് ദിവ്യയാണെന്ന് ഹരിക്ക് മനസ്സിലായി. അവളുടെ ചോദ്യങ്ങൾക്കൊന്നും അവന്റെ കയ്യിൽ മറുപടിയില്ലെന്നുള്ളത് അവനെ ഒരു നിമിഷം വേദനിപ്പിച്ചു. പിന്നെ അധികം ചിന്തിക്കാതെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. മോളെ. മോളല്ല ഹരി, നന്ദന. മോൾക്ക് ഞാൻ ഫോൺ കൊടുക്കാം. അതിനു മുന്നേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീയും അവളും തമ്മിൽ ഞങ്ങൾ ആരും അറിയാത്ത എന്തോ രഹസ്യമുണ്ടെന്ന് എനിക്കറിയാം. എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കുറച്ച് ദിവസമായിട്ട് മോൾ ആകെ മൂഡ് ഓഫ് ആണ്. ഒന്നിനും ഒരു ഉഷാറില്ല. പഴയ കളിയും ചിരിയും ഒക്കെ നിന്നു പോയതുപോലെ. അതെന്ത് തന്നെ ആയാലും അതിന്റെ കാരണം നിനക്കറിയാം. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ. എനിക്ക് എന്റെ മോളെ പഴയതുപോലെ കാണാം. കേട്ടല്ലോ? ഞാൻ മോൾക്ക് കൊടുക്കാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നന്ദൻ ഫോൺ ദിവ്യയുടെ കയ്യിൽ കൊടുത്തു. ഹരിയേട്ടാ, വല്ല വിവരമുണ്ടോ? മോളെ, ഞാൻ എന്ത് പറയാനാ? ഞാൻ കുറെ നോക്കി, പക്ഷെ ഒരു വിവരവും ഇല്ല. നീ ഇങ്ങനെ അതോർത്തിരിക്കാതെ. എല്ലാം ശരിയാകും. ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. വേണ്ട, ഇനി ഏട്ടനായിട്ട് അങ്ങോട്ട് തിരഞ്ഞു പോകണ്ട. എനിക്ക് വേണ്ടിയാണെങ്കിൽ ഒട്ടും പോകണ്ട. ഇനി അവന് തോന്നുമ്പോ അവനായി എന്നെ തിരഞ്ഞു വരട്ടെ. അല്ലാതെ ഇനി അങ്ങോട്ടേക്ക് അവനെ തിരഞ്ഞു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്ര കാലം ആത്മാർത്ഥ സൗഹൃദാണെന്ന് പറഞ്ഞ് അവൻ എന്നെ കളിപ്പിക്കുകയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാനിനി ഒരിക്കലും അവന്റെ കാര്യം ചോദിച്ച് ഏട്ടനെ വിളിക്കില്ല. അവന്റെ ഒരു കാര്യവും ഏട്ടനായി ഇനി എന്നോട് പറയുകയും വേണ്ട. എനിക്കറിയാൻ താല്പര്യമില്ല. ഞാൻ വെക്കുവാണ് കേട്ടോ. ഒരുപാട് പഠിക്കാനുണ്ട്. അവനെ ഓർത്തിരുന്ന് എന്റെ വിലപ്പെട്ട സമയങ്ങളെ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത്രയും പറഞ്ഞ് ദിവ്യ കോൾ കട്ട് ചെയ്തു. ഹരിക്ക് അവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഹരി പറഞ്ഞു തീർന്നതും എല്ലാ മുഖങ്ങളിലും വല്ലാത്ത സങ്കടവും അത്ഭുതവും എല്ലാം നിറഞ്ഞു നിന്നിരുന്നു. അപ്പൊ ഏട്ടനോട് ദിവ്യക്ക് ദേഷ്യമാണോ? അല്പസമയത്തെ മൗനത്തിന് ശേഷം ആഹു ചോദിച്ചു. ഒരിക്കലുമല്ല. അതൊക്കെ അവൾ അന്നത്തെ ദേഷ്യത്തിനും വാശിക്കും പറഞ്ഞത് മാത്രമാണ്. ഒരിക്കലും അവൾക്ക് അവനോട് ദേഷ്യപ്പെടാനും അവനെ മറക്കാനും സാധിക്കില്ല. അതെനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം അവരുടെ സ്നേഹവും സൗഹൃദവും നേരി കണ്ടറിഞ്ഞവനാണ് ഞാൻ. ഹരി പറഞ്ഞു. സാർ എങ്ങനെയാ വീണ്ടും രുദ്രേട്ടനെ കണ്ടുമുട്ടിയത്? ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ചു നാൾ കഴിഞ്ഞാണ് ഞാൻ കോളേജിൽ ചേരുന്നത്. അവിടെ വെച്ചാണ് വീണ്ടും രുദ്രനെ കാണുന്നത്. അന്ന് നാട്ടിലേക്ക് വന്നതിന് ശേഷം അവനൊരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നു. കാര്യമായി പരിക്കൊന്നും ഉണ്ടായില്ലെങ്കിലും അവന്റെ ഫോൺ നഷ്ടമായി. അതിലെ കോണ്ടാക്റ്റുകളൊന്നും റിക്കവർ ചെയ്തെടുക്കാൻ അവനെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ വിവരങ്ങളൊന്നും എന്നെ അറിയിക്കാനോ എന്നെ കോണ്ടാക്ട് ചെയ്യാനോ അവനായില്ല. രോഹിത്തിന്റെ കയ്യിൽ എന്റെ നമ്പറും ഉണ്ടായിരുന്നില്ല. എന്നെ കോണ്ടാക്ട് ചെയ്യാനും മോളോട് സംസാരിക്കാനും അവനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ദിവ്യയാണ് രുദ്രേട്ടന്റെ അംശയെന്ന് ഏട്ടൻ അറിയില്ലേ? അറിയാലോ. പിന്നെന്തിനാ ഏട്ട അവളോട് ദേഷ്യപ്പെടുന്നത്? അവൻ ആരാണെന്ന് അവൾക്കറിയില്ലല്ലോ. അവളായി സ്വയം കണ്ടെത്തണം. അന്ന് മാത്രമേ അവൻ അവളോട് ഈ ദേഷ്യപ്പെടൽ അവസാനിപ്പിക്കൂ എന്നാണ് അവൻ പറഞ്ഞത്. ഒരു സംശയം കൂടി. അപ്പൊ അവൾക്ക് മെസ്സേജ് അയക്കുന്ന ആ അജ്ഞാത ഏട്ടൻ തന്നെയല്ലേ? മാളുവിന്റെ ചോദ്യത്തിന് ഒരു ചിരിയായിരുന്നു ഹരിയുടെ മറുപടി. അതിലുണ്ടായിരുന്നു അവർക്കുള്ള മറുപടി. ഏട്ടന് ദിവ്യയോട് പ്രണയം വല്ലതും ആയിരിക്കോ? ആഹു ചോദിച്ചു. അല്ല, ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാകില്ല, ഹരി പറഞ്ഞു. അതെന്താ അങ്ങനെ? അവന് പ്രണയം തോന്നിക്കൂടാ എന്നൊന്നും ഇല്ലല്ലോ, ജിത്തു പറഞ്ഞു. ശരിയാണ്, പക്ഷെ അവന് തോന്നില്ല. കാരണം അവനൊരു പ്രണയമുണ്ട്, ഹരി വീണ്ടും പറഞ്ഞു. എന്താ? ഏട്ടനൊരു പ്രണയോ? സത്യാണോ? ആരോട്? ആരാ പെൺകുട്ടി? ആഹു ചോദിച്ചു. ഇതിനുള്ള ഉത്തരം അവൻ തന്നെ തരുന്നതല്ലേ നല്ലത്. ആ, ഇതും ചോദിച്ചങ്ങോട്ട് ചെന്നാ മതി. നീ ചെല്ലണ്ട. ഒരിക്കൽ അവൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അതും പറഞ്ഞ് ഹരി ഫോണിൽ നിന്നും ആ റെക്കോർഡ് പ്ലേ ചെയ്യാൻ തുടങ്ങി. എനിക്ക് 18 വയസ്സ് തികയുന്ന ദിവസം, പിറന്നാൾ ദിനം. അമ്മയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെയാണ് അന്ന് അമ്പലത്തിൽ കൂടെ പോയത്. അന്നാണ് ഞാൻ എന്റെ പെണ്ണിനെ ആദ്യമായി കണ്ടത്, എന്റെ പ്രാണനെ. രുദ്രന്റെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പോയി. അമ്മയ്ക്കൊപ്പം അമ്പലത്തിലെത്തി മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു കുളിർ നിറയുന്നുണ്ടായിരുന്നു.
അതിനെ മാറ്റുകൂട്ടുന്നതായിരുന്നു പടികൾ കയറി മുകളിൽ ചെല്ലുമ്പോഴുള്ള കാഴ്ച. അമ്പലം മാത്രമല്ല, മലമുകളിലായതിനാൽ ചുറ്റുമുള്ള കാഴ്ചകളും അത്രയേറെ മനോഹരമായിരുന്നു. മനസ്സിനെ മൊത്തത്തിൽ ശാന്തമാക്കാൻ കഴിയുന്നയിടം. ഭഗവാനെ തൊഴുമ്പോഴും തനിക്ക് ഇന്നോളം ഇല്ലാത്തൊരു അനുഭൂതി അനുഭവപ്പെടുന്നതായി തോന്നി അവന്. എന്തുകൊണ്ടോ വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു സന്തോഷം തന്നിൽ നിറയുന്ന പോലെ. അമ്മയ്ക്കൊപ്പം തൊഴുതിറങ്ങുമ്പോഴും രുദ്രന്റെ മനസ്സ് നിറയെ തന്നിൽ നിറയുന്ന പുതിയ ഭാവത്തിന്റെ സന്തോഷത്തിന്റെ പൊരുൾ തേടുകയായിരുന്നു. അയ്യോ മോനെ, ഒരു കാര്യം മറന്നു. പടികൾ ഇറങ്ങി കാർ പാർക്ക് ചെയ്തതിന് അരികിലേക്ക് നടക്കുമ്പോഴാണ് പിന്നിൽ നിന്നും അമ്മയുടെ ശബ്ദം അവൻ കേൾക്കുന്നത്. എന്ത് കാര്യം? അത് അമ്പലത്തിൽ ഞാനൊരു വഴിപാട് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാൻ മറന്നു. ഞാൻ വേഗം പോയി വാങ്ങി വരാം, നീ ഇവിടെ നിൽക്ക്. അമ്മ ഇനി വീണ്ടും ഈ പടികൾ മുഴുവൻ കയറണ്ടേ? ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരാം. അതൊന്നും വേണ്ട, ഞാൻ തന്നെ പോയി വാങ്ങിക്കോളാം. എന്ത് വഴിപാടാണെന്ന് നിനക്കറിയില്ലല്ലോ, ഞാൻ പോയാലേ ശരിയാവും. നീ ഇവിടെ നിൽക്ക്, ഞാൻ പെട്ടെന്ന് വരാം. അത്രമാത്രം പറഞ്ഞ് അവന് മറുപടി എന്തെങ്കിലും പറയാൻ സമയം നൽകാതെ അമ്മ പടികൾ വേഗത്തിൽ കയറി. കാറിൽ ചാരി ഫോണ് നോക്കി നിൽക്കുമ്പോഴാണ് ഒരു പൊട്ടിച്ചിരി രുതം കേൾക്കുന്നത്. ഫോണിൽ നിന്നും തലയുയർത്തി നോക്കിയതും കണ്ടത് 18-19 വയസ്സ് വരുന്ന ഒരു ചെറുപ്പക്കാരന്റെ കയ്യും പിടിച്ച് ഇറങ്ങി വരുന്ന ഒരു കുഞ്ഞു പെൺകുട്ടിയെയാണ്. കൂടിപ്പോയാൽ 13-14 വയസ്സ് പ്രായം തോന്നിക്കും. പട്ടുപാവാടയാണ് വേഷം. കാതിൽ കുഞ്ഞു ജിമിക്കയും കഴുത്തിൽ നേരിയ മാലയും കൈകൾ നിറയെ കുപ്പിവളയുമായി നെറ്റിയിൽ ചന്ദനം കുറിയും. ചുണ്ടിൽ നിറഞ്ഞ ചിരിയുമായി ഇറങ്ങി വരുന്ന അവളെ ഒരു നിമിഷം അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയും ഭാവങ്ങളും അവനെ ഏറെ കൗതുകത്തോടെ നോക്കി നിന്നു. എന്തുകൊണ്ടോ ആ പുഞ്ചിരി അവന് സന്തോഷം നിറയ്ക്കുന്നത് പോലെ തോന്നി. കൂടെയുള്ള ചെറുപ്പക്കാരനോട് എന്തെല്ലാമോ പറഞ്ഞുകൊണ്ട് അവൾ അമ്പലക്കുളത്തിന് സൈഡിലേക്ക് നടക്കുന്നവൻ കണ്ടു. ഒരു നിമിഷം ആലോചിച്ചു നിന്ന ശേഷം അവനും അവൾക്ക് പുറകെ അവിടേക്ക് പോയി. രുദ്രൻ ചെല്ലുമ്പോൾ കാണുന്നത് അമ്പലക്കുളത്തിലേക്ക് നോട്ടമിട്ട് നിൽക്കുന്ന ആ കുഞ്ഞു പെൺകുട്ടിയാണ്. അല്പം കൂടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവന് മനസ്സിലായി, കുളത്തിലെ താമരപ്പൂക്കളിലാണ് അവളുടെ നോട്ടം. വേണോ? അവളുടെ പൂക്കളിലേക്കുള്ള നോട്ടം കണ്ടതും രുദ്രൻ ചോദിച്ചു. ആരുടെയോ ചോദ്യം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. തനിക്കരികിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ അവൾ മനസ്സിലാവാത്ത രീതിയിൽ നോക്കി. പൂക്കളെ നോക്കുന്നത് കണ്ടു, അതാ അത് വേണോ എന്ന് ചോദിച്ചത്. പറിച്ചു തരുമോ? രുദ്രന്റെ ചോദ്യം കേട്ടതും വിടർന്ന മിഴികളോടെ അത്യധികം സന്തോഷത്തോടെ അവൾ മറുചോദ്യം ഉന്നയിച്ചു. അവളുടെ നിഷ്കളങ്കമായ ചോദ്യം അവനിൽ ഒരു പുഞ്ചിരി വിടർത്തി. ഒന്ന് മൂളിക്കൊണ്ട് കയ്യിൽ കെട്ടിയ വാച്ചും മറ്റും അവളുടെ കയ്യിൽ അഴിച്ചേൽപ്പിച്ച ശേഷം മുണ്ടും മടക്കി കുത്തി കുളത്തിലേക്ക് ഇറങ്ങി. വിചാരിച്ച പോലെ ആയിരുന്നില്ല. കുളത്തിന് അത്യാവശ്യം ആഴമുണ്ടായിരുന്നു. അരയ്ക്കൊപ്പം അവൻ നനയുകയും ചെയ്തു. എങ്കിലും അവൾക്ക് നൽകിയ വാക്ക് പാലിക്കാൻ എന്നോണം മുന്നോട്ട് പോയി. അവൻ കയ്യിൽ കൊള്ളാവുന്ന അത്രയും താമരപ്പൂക്കൾ പറിച്ചെടുത്തു. പൂക്കളുമായി തിരിച്ചു കയറുന്ന രുദ്രനെ കാത്ത് അവൾ കരയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. കുളത്തിൽ നിന്നും കരയിലേക്ക് കയറിയതും രുദ്രൻ ആ പൂക്കൾ അവൾക്ക് നേരെ നീട്ടി. വിടർന്ന മിഴികളോടെ പൂക്കളിലേക്ക് നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അവനിൽ ഒരു കുസൃതി വിടർന്നു. പൂക്കളിൽ തിളങ്ങി നിൽക്കുന്ന ജലാംശം അവനൊന്ന് കുടഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്കാക്കി. മുഖത്തും കഴുത്തും ദേഹത്തുമെല്ലാം വെള്ളം നിറഞ്ഞതും അവൾ ഒരു പുഞ്ചിരിയോടെ കണ്ണുകൾ ഇറുക്കി. അവളുടെ ആ ഭാവം അവനിൽ വല്ലാത്ത കൗതുകം ഉണർത്തി. അവളുടെ ചുവന്ന കുഞ്ഞധരങ്ങളിൽ ജലാംശം പറ്റിപ്പിടിച്ചു നിൽക്കുന്നത് കണ്ടതും അവൻ അതൊന്ന് നുണഞ്ഞെടുക്കാൻ തോന്നി. മുന്നിൽ നിൽക്കുന്നത് തന്നേക്കാൾ ഏറെ ചെറിയൊരു പെൺകുട്ടിയാണെന്നോ അവൾക്ക് താൻ അന്യനാണെന്നോ ഒന്നും ആ നിമിഷം അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നില്ല. മുന്നിൽ നിൽക്കുന്നവൾ തനിക്ക് ഏറെ പ്രിയപ്പെട്ടവളാണെന്ന് മാത്രം അവന് തോന്നി. പൂക്കൾ അവൾക്ക് നേരെ നീട്ടി. അത്യധികം സന്തോഷത്തോടെ അവൾ പൂക്കൾ വാങ്ങി നെഞ്ചോട് ചേർത്തു. ഒപ്പം അവനെ നോക്കി ഹൃദ്യമായൊന്ന് പുഞ്ചിരിച്ചു. ആ ചിരി വീണ്ടും അവനിൽ എന്തെല്ലാമോ വികാരങ്ങൾ നിറയ്ക്കുന്നതായി തോന്നി. ഞൊടിയിടയിൽ തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ടും അവൻ അവളുടെ അധരങ്ങളെ അമർത്തി ഒരു ചുംബനം നൽകി. ഒരു നിമിഷം മാത്രം നീണ്ടു നിന്ന ചുംബനം. ചുണ്ടിൽ ചുണ്ട് സ്പർശിച്ച അതേ നിമിഷം തന്നെ അവൻ പിൻവാങ്ങുകയും ചെയ്തു. അവളിൽ നിന്നും അകന്നതും കണ്ട് നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന ആ കുഞ്ഞു മുഖമാണ്. അതവനിൽ ഒരു വേദന നിറച്ചു. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച ശേഷം കയ്യിൽ അവന്റെ അമ്മ കെട്ടിത്തന്നിരുന്ന രുദ്രാക്ഷം ചേർന്ന കൈച്ചേൻ ഊരിയെടുത്തുകൊണ്ട് അവളുടെ കയ്യിലേക്ക് അവൻ വെച്ചുകൊടുത്തു. ഇതെനിക്ക് എന്റെ അമ്മ തന്നതാണ്, പിറന്നാൾ സമ്മാനം. ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇത് സംരക്ഷിക്കാൻ പൂർണ്ണ യോഗ്യത നിനക്ക് മാത്രമാണ് എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ മടങ്ങി വരും. അന്നിത് നിന്റെ കയ്യിൽ ഉണ്ടാവണം, ഭദ്രമായി. അത്രമാത്രം പറഞ്ഞ് അവളുടെ മറുപടിക്ക് നിൽക്കാതെ വീണ്ടും ഒരിക്കൽ കൂടി അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ അവിടെ നിന്നും നടന്നു നീങ്ങി. പിന്നീടുള്ള പല ദിവസങ്ങളിലും ആ അമ്പലത്തിൽ പോകുന്ന രുദ്രനൊരു പതിവായി. എന്നാൽ ഒരിക്കൽ പോലും അവളെ കാണാൻ സാധിച്ചില്ല. അത് അവന് വല്ലാത്ത വേദന നൽകി. അവനെ കൊണ്ടാവും വിധം അവളെക്കുറിച്ച് പലയിടത്തും അന്വേഷിച്ചു. എന്നാൽ യാതൊരുവിധ വിവരവും അവന് ലഭിച്ചില്ല.
ക്രമേണ പഠനവും മറ്റുമായി രുദ്രൻ തിരക്കിലായി. അപ്പോഴും അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇന്നും അവന്റെ ഉള്ളിൽ അവൾ മാത്രമാണ്. സമയം കിട്ടുമ്പോഴെല്ലാം ആ അമ്പലത്തിൽ അവളെ കാണാനായി അവൻ പോകും. വോയിസ് റെക്കോർഡ് ഓഫ് ആയതും ഹരി എല്ലാവരെയും ഒന്ന് നോക്കി. എല്ലാ മുഖങ്ങളിലും അത്ഭുതവും അവിശ്വസനീയതയും മാത്രം. എന്നാലും ഇത്തിരി ഇല്ലാത്ത കൊച്ചിനെയൊക്കെ കയറി അങ്ങനെ ഉമ്മ വെച്ചു. അല്പസമയത്തെ മൗനത്തിന് ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ധ്രുവ ചോദിച്ചു. സത്യം, ഞാനും അതാ ആലോചിച്ചുകൊണ്ടിരുന്നത്. നമ്മളൊക്കെ കാണുമ്പോ ഒടുക്കത്തെ ഗൗരവവും ദേഷ്യവും എന്തൊക്കെയാ, എന്നിട്ട് ഇത്തിരി ഇല്ലാത്ത കൊച്ചിനോട് റൊമാൻസ്. ആഹുവാണ് സത്യം, ഇവനാള് കൊള്ളാലോ, ജിത്തുവും പറഞ്ഞു. എന്നിട്ട് അവൻ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചോ? നന്ദൻ ചോദിച്ചു. ഇല്ല, അവൻ ഇപ്പോഴും ആ പെണ്ണ് ആരാണെന്നോ എവിടെയാണെന്നോ പേരോ നാടോ ഒന്നും അറിയില്ല. അവന്റെ എല്ലാ പിറന്നാൾ ദിവസവും അല്ലാത്തപ്പോഴും ഒക്കെ അവൻ അമ്പലത്തിൽ പോകും. എപ്പോഴെങ്കിലും അവളെ കാണാൻ സാധിച്ചാലോ എന്നുള്ള തോന്നൽ. ഹരി പറഞ്ഞു. അതിനിപ്പൊ കണ്ട ഏട്ടനെ കുട്ടിയെ തിരിച്ചറിയാൻ സാധിക്കുമോ? ഒരുപാട് വളർന്നിട്ടുണ്ടാവില്ലേ? ഉണ്ടാകും, എങ്കിലും എപ്പോഴെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാണ് അവന്റെ വിശ്വാസം. അവളുടെ കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ അവന്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ അവളെ അവൻ കണ്ടെത്തുമെന്നാ പറയുന്നത്, ഹരി പറഞ്ഞു. ഞാൻ ഓർത്തു ഏട്ടനും ദിവ്യം സെറ്റ് ആവുമെന്ന്. ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആഹു നെടുവീർപ്പോടെ പറഞ്ഞു. ആ മതി മതി, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് അവനോട് ചോദിക്കാൻ മുതിരരുത്. പറഞ്ഞത് മനസ്സിലായല്ലോ? ഇല്ല, ഞങ്ങൾ ഇത് അവരോട് ആരോടും ചോദിക്കാനൊന്നും പോകുന്നില്ല. അതോട്ട് സാറ് പേടിക്കണ്ട, ഋതു പറഞ്ഞു. പിന്നെ ഈ കാര്യം ധ്യാനം അറിയണ്ട. അവൻ അറിഞ്ഞാൽ മോൾ അറിയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നന്ദൻ പറഞ്ഞതും അത് ശരിയാണെന്ന് മറ്റുള്ളവർക്കും തോന്നി. വീണ്ടും അല്പനേരം കൂടെ അവിടെ ചിലവഴിച്ച ശേഷം അവരെല്ലാം സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. പിറ്റേന്ന് പതിവ് പോലെ ദിവ്യയും ധ്രുവിനെയും കാത്തിരിപ്പാണ് പിള്ളേര്. ആഹു, നീ ഏട്ടനോട് വല്ലതും ചോദിച്ചിരുന്നോ? ഋതു ചോദിച്ചു. ഇല്ല, ഇനി ചോദിക്കാൻ പോയിട്ട് വല്ലതും കിട്ടിയ ഞാൻ ഒറ്റയ്ക്ക് വാങ്ങണ്ടേ? ആഹു ഇളിയോടെ പറഞ്ഞു. അത് നന്നായി. ഇനി നമ്മൾ അറിഞ്ഞ കാര്യം രുദ്രേട്ടൻ അറിഞ്ഞ ഹരിസാറിന്റെ ഏട്ടൻ പഞ്ഞിക്കിടും, മാളു പറഞ്ഞു. അയ്യോ, പ്രാണനാഥനെ ഓർത്തുള്ള ടെൻഷൻ കണ്ടോ? ഋതു അവളെ കളിയാക്കി. അതെ അതെ, പാവ സാറിന്റെ വിധി. തറവാട്ടിൽ വെച്ച് എന്തായിരുന്നു? സാറിന്റെ ചോര മൊത്തം ഊറ്റി കുടിച്ചോ? ആഹുവാണ്. അയ്യടി മോളെ, ഞാൻ നോക്കിയതേ എന്റെ ചെക്കനെയാണ്. ഇവിടെ പലരും പലരെയും നോക്കി വെള്ളം ഇറക്കുന്ന ഞാൻ കണ്ടതാ. മാളു ആഹുവിനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും ആഹു ആകെ വിളറി വെളുത്തു. അത് ശരിയാ, ഒറ്റ ദിവസം കൊണ്ട് ദേവേട്ടൻ വരെ ആയി. നടക്കട്ടെ. ഋതുവാണ്. അത് പിന്നെ. ആഹു എല്ലാത്തിനെയും നോക്കി വിളിച്ചു. ആഹു, ബി സീരിയസ്. നിനക്ക് ജിത്തുവേട്ടനെ ഇഷ്ടമാണോ? മാളു ചോദിച്ചു. അത് പിന്നെ എനിക്കറിയില്ലടാ. ദേവേട്ടനെ ആദ്യം കണ്ടപ്പോ മുതൽ എനിക്കെന്തോ. അതിനെന്താ പറയുക? എനിക്ക് അറിയില്ലടാ, ആഹു പറഞ്ഞു. ഏട്ടനോ? ഋതു ചോദിച്ചു. അറിയില്ല, എനിക്കെന്തോ ഏട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് തോന്നി. ആഹു ഒരു ചെറു ചിരിയോടെ പറഞ്ഞു. എന്താണ് മോളെ, എവിടെയോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ? മാളുവാണ്. അത് പിന്നെ നമ്മൾ തറവാട്ടിൽ പോയില്ലേ അന്ന്? ആഹു പറഞ്ഞു തുടങ്ങി. അന്ന്? ഋതുവും മാളുവും ചോദിച്ചു. ആഹു രണ്ടാളെയും മാറി മാറി നോക്കി. ഒരു അവിഞ്ഞ ചിരി ചിരിച്ചു. പിന്നെ അന്ന് ജിത്തുവിന്റെ റൂമിൽ നടന്നതൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും ബാക്കി രണ്ട് കിളി മാറി നിന്നു. ഇത്രയൊക്കെ ഉണ്ടായിട്ടാണോടി നീ നിനക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞേ? ഋതു അവളെ നോക്കി കലിപ്പോടെ ചോദിച്ചു. അത് പിന്നെ എന്നെ ഇഷ്ടമാണെന്ന് ഏട്ടൻ പറഞ്ഞില്ലല്ലോ, ആഹു പറഞ്ഞു. എടി മരയോന്തേ, ദിവ്യയും ധ്രുവും പറഞ്ഞ് അവരെയൊക്കെ നമുക്ക് അറിയില്ലേ? അവർ ആരെങ്കിലും പെൺകുട്ടികളോട് ഫ്ലർട്ട് ചെയ്ത് നടക്കുന്നവരാണെന്ന് തോന്നിയോ? മാളു ചോദിച്ചു. ഇല്ല, ആഹു പറഞ്ഞു. പിന്നെ നിന്റെ അടുത്ത് മാത്രം എന്താ ഇങ്ങനെ? മാളു വീണ്ടും ചോദിച്ചു. അതെനിക്കറിയില്ല, ആഹു പറഞ്ഞു. എടി കോപ്പേ, ജിത്തുവേട്ടന് നിന്നെ ഇഷ്ടമാണ്. അത് ഏട്ടൻ എക്സ്പ്രസ് ചെയ്ത് അങ്ങനെയാണെന്ന് മാത്രം. നിനക്കും ഏട്ടനെ ഇഷ്ടമല്ലേ? അല്ലെങ്കിൽ ഏട്ടൻ അങ്ങനെ ബിഹേവ് ചെയ്തപ്പോ നീ റിയാക്ട് ചെയ്യില്ലേ? ഋതു പറഞ്ഞു. ആഹു ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. പതിയെ അവളുടെ ചുണ്ടി പുഞ്ചിരി വിരിഞ്ഞു. ശരിയാണ്, പ്രണയമാണ് എനിക്ക് ദേവേട്ടനോട്, എന്റെ മാത്രം ദേവേട്ടനോട്. ആഹുവിന്റെ ആത്മ. അല്പം കഴിഞ്ഞതും ദിവ്യയും ധ്രുവും എത്തി. പിന്നെ എല്ലാം കൂടി ക്ലാസ്സിലേക്ക് വിട്ടു. ആഹുവിന്റെയും ജിത്തുവിന്റെയും കാര്യം അവർ ദിവ്യോടും ധ്രുവിനോടും പറഞ്ഞു. രണ്ടാൾക്കും 100 വട്ടം സമ്മതം. സംസാരത്തിനിടെ ദിവ്യ തനിക്ക് വരുന്ന മെസ്സേജിനെ പറ്റി പറയുമ്പോഴെല്ലാം ബാക്കി 4ന്റെയും ചുണ്ടി ഒരു കള്ളച്ചിരി വിരിയും. അവൾ കാണാതെ അവർ അത് വിദഗ്ധമായി മറച്ചുപിടിക്കും. അയാളെ പറ്റി പറയുമ്പോൾ വിടരുന്ന കണ്ണുകളും പുഞ്ചിരി തൂകുന്ന ആദരങ്ങളും ബാക്കിയുള്ളവരെ സന്തോഷം നിറച്ചു. എത്രയും വേഗം അവൾ അവനെ തിരിച്ചറിയട്ടെ എന്ന് അവർ ഒരുപോലെ പ്രാർത്ഥിച്ചു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഹരിക്കരികിലേക്ക് ചെന്നതാണ് പിള്ളേര്. ചെന്നതും കണ്ടത് രുദ്രനോടും രോഹിത്തിനോടും സംസാരിക്കുന്ന ഹരിയാണ്.
അവനെ കണ്ടതും ദിവ്യയുടെ മുഖം ദേഷ്യത്തെ ചുവന്നു കയറി. അവളുടെ മാറ്റം പിള്ളേര് നോക്കി നിൽപ്പാണ്. എന്തോ പറഞ്ഞു തിരിഞ്ഞ ഹരി കാണുന്നത് അവരെ നോക്കി നിൽക്കുന്ന പിള്ളേരെയാണ്. അവന്റെ നോട്ടം പോകുന്നിടത്തേക്ക് നോക്കിയ രുദ്രനും രോഹിത്തും പിള്ളേരെ കണ്ടു. ആഹാ, വായാടി മറിയം വന്നോ? രോഹിത് ഒരു ചിരിയോടെ പറഞ്ഞു. ദിവ്യ അവനെ നോക്കിയൊന്ന് ചിരിച്ചു. ഞാൻ താഴെ കാണാം. ഹരിയോട് അത്രമാത്രം പറഞ്ഞ് രുദ്രനെ നോക്കി കലിപ്പിച്ചിട്ട് ദിവ്യ പോയി. അവൾ പോകുന്നത് നോക്കി നിന്ന പിള്ളേരിലും രോഹിത്തിലും ഹരിയിലും വേദന നിറഞ്ഞു. എന്നാൽ രുദ്രന്റെ ചുണ്ടിൽ അപ്പോഴൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു.